പ്രൈസ് ദി ലോർഡ്. എല്ലാ ദൈവജനത്തിനും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിനാധാരമായ വാക്യം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യമാണ്. ആ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ലോകത്തിൻ്റെ വെളിച്ചമായി മാറാനായിട്ട് കഴിയുന്നത്? അക്ഷരാർത്ഥത്തിൽ ആരാണ് ലോകത്തിൻ്റെ വെളിച്ചമെന്ന് പറയുന്നത്? ലോകത്തിൻ്റെ വെളിച്ചം നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ പറഞ്ഞു: ഇതാ, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുവെന്ന് യോഹന്നാൻ പരിചയപ്പെടുത്തിയത് യേശുക്രിസ്തുവിനെയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് എങ്ങനെ വെളിച്ചമായി തീരുവാനായിട്ട് കഴിയും? അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നമ്മുടെ സൂര്യചന്ദ്രനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ചന്ദ്രന് സ്വയമേ വെളിച്ചമൊന്നുമില്ലെങ്കിലും ആ ചന്ദ്രൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. സത്യവെളിച്ചമായിരിക്കുന്ന ഊർജ്ജസ്വലനായിരിക്കുന്ന സൂര്യനെ നോക്കിക്കൊണ്ട് ആ ചന്ദ്രൻ അവൻ്റെ ആ സൂര്യനിൽ നിന്ന് പ്രകാശിക്കുന്ന പ്രകാശങ്ങളെ മുഴുവൻ സ്വീകരിച്ചുകൊണ്ട് ആ പ്രകാശത്തെ രാത്രികളിൽ തിരിച്ച് പ്രകാശിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെയാണ് ഏതൊരു ക്രിസ്തുവിശ്വാസിയും ചെയ്യേണ്ടത്. സത്യവെളിച്ചമായിരിക്കുന്ന പൂർണ്ണ വെളിച്ചമായിരിക്കുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് യേശുവിൽ നിന്ന് ആ ഊർജ്ജം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമായിത്തീരുന്നു. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 5:14 പറയുന്നു: നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അതുകൊണ്ട് നാം ഓരോരുത്തരും ലോകത്തെ പഴിക്കാതെ, നാം എപ്പോഴും പറയുന്ന കാര്യമുണ്ടല്ലോ, ലോകത്ത് മുഴുവൻ പാപമാണ്, ഇരുട്ടാണ്, അന്ധകാരമാണ്, എല്ലാവരും തെറ്റുകാരാണെന്നൊക്കെ നാം പരിചയപ്പെടുത്തുമ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല നമ്മൾ ദൈവം വിളിച്ചിരിക്കുന്നത്. ഈ ഇരുട്ടിൽ ഒരു ചെറിയ തിരിയെങ്കിലും നമ്മളാൽ കഴിയുന്ന വിധത്തിൽ തെളിക്കുവാൻ, ഒരു ചെറിയ ഇരുട്ടിനെ പഴിക്കാതെ ഒരു ചെറിയ തിരിയായിട്ട്, ഇല്ലെങ്കിൽ ഒരു ചെറിയ വെളിച്ചമായി മാറുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെയും കർത്താവ് വിളിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ വെളിച്ചമാകാനാണ്. നിങ്ങളായിരിക്കുന്ന വീടുകളിലും നിങ്ങളായിരിക്കുന്ന സമൂഹത്തിലും ആ ഇരുട്ടിനെ പഴിക്കാതെ അവിടെ ഒരു പ്രകാശം തെളിക്കുവാൻ കർത്താവ് നിങ്ങളെ കണ്ടിരിക്കുന്നു. ആകയാൽ കർത്താവിൽ നിന്ന് വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ട് ആ വെളിച്ചത്തെ ഒരു ചന്ദ്രനെ പോലെ തിരിച്ച് പ്രകാശിപ്പിക്കുവാൻ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നു. ആകയാൽ നിങ്ങളത് ചെയ്യുക. നിങ്ങളെ ലോകത്തിൻ്റെ വെളിച്ചമായി കർത്താവ് കണ്ടിരിക്കുന്നു. ഓക്കെ, ഈ സന്ദേശം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.